ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ശൗലിന്റെ മാനസാന്തരം. കഴിഞ്ഞ നാളുകളായി ദൈവസഭയെ, ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ ദൈവം വെളിച്ചമായി പ്രകാശിച്ച് അവന്റെ മുൻപിൽ സന്ദർശനമായി അല്ലെങ്കിൽ ശൗലിന്റെ രൂപാന്തരത്തിനായി ഒരു അന്ധതയെ നൽകുന്നതായിട്ട് നാം കാണുന്നു. വെളിച്ചം കണ്ട ശൗൽ നിലത്തു വീണ് അന്ധനായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്റെ ജീവിതത്തിൽ തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ ശൗൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതായിട്ട് നാം ആ തിരുവെഴുത്തിൽ വായിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ശൗൽ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന്റെ സമയമായപ്പോൾ ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം വന്നത് നിമിത്തം അന്ധനായി അല്ലെങ്കിൽ കിടക്കുന്ന സാഹചര്യങ്ങളിൽ താൻ 3 ദിവസത്തോളം ഭക്ഷണം പോലും വെടിഞ്ഞ് കഴിഞ്ഞ 3 ദിവസമായി അന്ധതയിൽ ആയിരിക്കുന്ന സമയം നമുക്ക് ആ ഭാഗങ്ങളിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. 9-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അനന്യാസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ദൈവഭൃത്യൻ ശൗലിന്റെ മേൽ കൈവച്ച് അവന് സൗഖ്യം നൽകുമ്പോൾ പറയുന്ന വാക്കുകൾ, അവൻ പരിശുദ്ധാത്മ പൂർണ്ണൻ ആകേണ്ടതിന് കഴിഞ്ഞ 3 ദിവസക്കാലം അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ഇരുട്ട് അല്ലെങ്കിൽ ആ ഒരു അന്ധത ചില മേഖലകളിൽ ഒരു പൂർണ്ണത കൈവരിക്കുവാനായിട്ടും, അല്ലെങ്കിൽ ശൗൽ താൻ കടന്നു വന്ന മേഖലകളിൽ കൂടി അല്ല വീണ്ടും സഞ്ചരിക്കേണ്ടത്. ഒരു ശുശ്രൂഷയ്ക്കായി ഒരു ചെറിയ ബ്രാക്കറ്റ് പീരീഡ് പൗലോസിന്റെ അല്ലെങ്കിൽ ആ ശൗലിന്റെ ജീവിതത്തിൽ ദൈവം നൽകിക്കൊടുത്തത് നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ഇന്ന് പോൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ഒരു ഇതും മുന്നിൽ കാണാതെ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ ഇന്ന് പോൽക്കാലം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന അന്ധത ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല. പിന്നെയോ 2000 വർഷങ്ങൾക്ക് മുൻപ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി നമ്മൾക്ക് വേണ്ടി വെളിച്ചമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തു ഇന്നും നിനക്ക് വേണ്ടി വെളിച്ചമായി പ്രകാശിക്കുവാൻ നിന്റെ അരികെ ഉള്ളത് നിമിത്തം, ആ വെളിച്ചം നിന്റെ ഒപ്പം ഉള്ളത് നിമിത്തം നിന്റെ ജീവിതം അവസാനിക്കുവാനല്ല, നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുവാനല്ല, പിന്നെയോ പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയ വെളിച്ചത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കലും ജീവിതം ഈ അന്ധത കൊണ്ട് അവസാനിക്കുവാനല്ല. പൗലോസിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയ്ക്ക് അത് ആരംഭം കുറിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നീ അനുഭവിക്കുന്ന അന്ധത ശുശ്രൂഷയുടെ ആരംഭമായി തീരട്ടെ. കർത്താവ് അതിനായി നമ്മളെ എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ഈ അന്ധത നിമിത്തം, ഈ ഇരുട്ട് നിമിത്തം ഒരിക്കലും അവസാനിക്കുവാനല്ല, പിന്നെയോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതം തുടങ്ങുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. May God bless you all.